ഇനി ഇവിടെ നിന്നൊക്കെ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. വിവേകേട്ടാ, എന്നാടാ? അപ്പൂച്ചേട്ടൻ വെച്ച് ഗ്യാരംസ് കളിക്കാൻ വരുന്നില്ലേന്ന്. ഓ ഞാൻ ഇല്ലടാ, നീ പൊക്കോ. അവര് ചോദിച്ചാൽ എന്നാ പറയണം? നീ ഒന്നും പറയണ്ട, ഞാൻ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ മതി. ആ ശരി. ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു. ഹലോ അളിയ, നീ എവിടാ? എടാ ഞാൻ വീട്ടിലോ. നീ എന്താ വരാഞ്ഞേ? അല്ല, എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. എന്ത് പരിപാടി? അല്ല, പണിയുണ്ടായിരുന്നു, പണിക്ക് പോയിട്ട് വന്നതാന്നേ. ഈയിടെ ആയിട്ട് നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്നാന്നും പറ. എടാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും, ഞാനിപ്പോൾ തന്നെ അങ്ങ് വിളിക്കാം. ഹലോ ഹലോ. ഓ, തണ്ടി വെച്ചു. കോവിലിൽ പുലർവേളയിൽ എടാ നിന്നോട് രഹസ്യം പറയാനുണ്ട്. എന്ത്? ഞാനൊരാളുമായി റിലേഷനില്ല. പോടാ. ശ്രീലക്ഷ്മി. അതാരാ? അതാരാന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവിടെ കൊള്ളാമല്ല. അതേത്? എടാ ഞാൻ കെട്ടാൻ പോകുന്ന കൊച്ച്. എടാ സത്യമായിട്ടും. തെളിവുണ്ടോ? തെളിവുണ്ടെന്നേ, നിന്നെ കാണിക്കാം. ആ കാണിക്കാം. ഇന്നാ നോക്ക്. ഒരുപാടങ്ങ് സൂം ചെയ്യല്ലേ. ഇതേതാ? ഇവിടെ ഉള്ളതല്ല, കുറച്ച് അകലെയുള്ളതാ. കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. ഇതെന്നാടേ, നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ ഒന്നും ഇല്ലേ? മതി നോക്കിയത്, ഇങ്ങിതാ. എടാ അതിന് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ. പിന്നെങ്ങനെ? അതൊരു വലിയ കഥയാ. എടാ ഞങ്ങൾ ഇൻസ്റ്റാ വഴിയാണ് പരിചയപ്പെട്ടത്. ആ, ഇപ്പോൾ കുറച്ച് നാളായി സീരിയസാ. ആ, ഇപ്പം ഞാൻ അവൾ തമ്മിൽ ഒരുപാടങ്ങ് അടുത്തു പോയിടാ. ബെസ്റ്റ്. എൻ്റെ അളിയാ, ഞാൻ ഒരു കാര്യം പറയാം. പണ്ട് ഇതേപോലെ ഒരുത്തിതേ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാ. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇവളുമാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഏയ് ഇതങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ. നീ എന്തിനാ ചിരിക്കുന്നത്? ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ. ഹലോ, ഫോൺ കിട്ടിയോ? വൈകിട്ട് കിട്ടി. 2 ദിവസം വിളിക്കാതിരുന്നപ്പോൾ വല്ലാണ്ട് മിസ് ചെയ്തു. നേരിട്ടോ കാണുന്നില്ല. അതെ അതെ. ആ ഇനിയിപ്പോൾ വിളിക്കാമല്ലോ. ഫോൺ കിട്ടിയില്ലേ? ഞാൻ പിന്നെ വിളിക്കാമേ. ശേ, എന്തിനിപ്പോൾ പോകുന്നേ? അത് ഞങ്ങൾ നാളെ രാവിലെ എല്ലാവരോടും അപ്പച്ചിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. ഞാൻ നാളെ വിളിക്കാവേ. എന്നാലും വിളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തെടുക്കുക?
കാങ്കനമാ മൗലിമണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴിക നൽകി ദേവി മാണിക്യവാസകർ മൊഴിക നൽകി ദേവി ഇളങ്കോവടികൾ ശീലമ്പു നൽകി തമിഴകമാകയും ശൃംഗാരനാണി പഴമുതിർ കൊഞ്ചലിൻ ചോലയായി തമിഴകമാകയും ശൃംഗാരനാണി പഴമുതിർ കൊഞ്ചലിൻ ചോലയായി. മൊഴിക നൽകി ദേവി ഇളങ്കോവടികൾ ശീലമ്പു നൽകി തമിഴകമാകയും ശൃംഗാര. എങ്ങനെ അടിപൊളിയാകാതിരിക്കും? ഞാനല്ലേ കൊറിയോഗ്രാഫി ചെയ്തേ. സത്യം, എല്ലാ ആൾമാരും ഒരേപോലെ സ്റ്റെപ്പ് തെറ്റിച്ചേ. പിന്നെ ഞാനാ പഠിപ്പിച്ചു കൊടുത്തേ. തള്ളാതെ പോന്ന്, ഞാൻ വെക്കുക. ഇല്ലില്ല പോലെ. എന്നാ നിങ്ങളുടെ പ്രോഗ്രാം? വെള്ളിയാഴ്ച. ആഹാ, അപ്പം ഇനി ആ ദിവസം ഇല്ലല്ലോ. അതേന്നെ, ഇതുവരെ ആയിട്ടും കോസ്റ്റ്യൂമിൻ്റെ കാര്യമൊന്നും റെഡി ആയിട്ടില്ല. പിന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെന്നൊന്ന് നോക്കണം. എന്താണെങ്കിലും നിന്റെ ഡാൻസ് കൊള്ളാം. കളിയാക്കാതെ. അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. നിന്റെ ഡാൻസ് കാണാൻ ഞാനും വരട്ടെ? ബാ. അത് വേണ്ട, നമുക്കല്ലാതെ മീറ്റ് ചെയ്യാം. നമ്മൾ ഈ കാര്യം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ലേ. എൻ്റെ കാര്യം അറിയാലോ, ഇവിടുന്ന് ചാടാൻ പാടാ. അമ്മ സീന. എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? വേണ്ട വേണ്ട. പിന്നെ കോസ്റ്റ്യൂം എടുക്കാൻ ഞങ്ങളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ച് കണ്ടാലോ? ഓ, അത് വേണ്ട. നിൻ്റെ കൂട്ടുകാരികളെല്ലാം കൂടെ കാണത്തില്ലേ? നമ്മുടെ ഫസ്റ്റ് മീറ്റ് അത് കുറച്ച് സ്പെഷ്യലായിരിക്കണം. എങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഓക്കെ, ശരിയെന്നാ. എന്താ? ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ? എന്ത്? കാണുന്ന കാര്യം. അത് ഞാൻ പറയാം. ഇനി പറയണ്ട, ഞാൻ നിങ്ങളുടെ വീടിന് മുന്നിലുണ്ട്. എന്താ? ചുമ്മാ പറഞ്ഞതാ, പേടിച്ചോ? ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു അമ്പലമാണ്. നമ്മുടെ ആദ്യത്തെ മീറ്റപ്പ് അവിടെ വെച്ച് മതി എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ വരില്ലേ? എന്താ ഒന്നും പറയാത്തെ? ഞാൻ വരാം. എന്ന്? അതങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മ സമ്മതിക്കണം. അതിനായിട്ട് ഞാൻ എന്തെങ്കിലും കള്ളൊപ്പിക്കണം. അത് ഞാൻ നീതുവിനെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു ഒപ്പിച്ചോളാം. വരാൻ പറ്റുന്ന ദിവസം പറ. എങ്കിൽ ശരി, ഞാൻ വെക്കുക. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ശരി. നടക്കത്തില്ല. നീ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഡയറക്റ്റ് കാര്യം പറഞ്ഞിട്ട് പോകണം. അല്ലാതെ എൻ്റെ പേരും പറഞ്ഞ് എങ്ങോട്ടും പോകണ്ട. എടി, അല്ലാതെ എന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ല. നിനക്കറിയുന്നതല്ല അമ്മയുടെ സ്വഭാവം. അതറിയാവുന്നതുകൊണ്ടാണ് പറ്റില്ല എന്ന് പറഞ്ഞത്. ഇനി നിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് നീ എന്നെ വിളിക്കുക. അപ്പം ഞാൻ പറയാം. ആയിക്കോട്ടെ. എടി, നിനക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ തലയിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കേസിനില്ല എന്ന് പറഞ്ഞ്. അങ്ങനൊന്നും പറ്റില്ല. നിനക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ? അറിയാത്തൊരു നാടും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരുത്തിനും നീ എന്ത് ധൈര്യത്തിലാണ് അങ്ങോട്ട് പോകുന്നേ? ഞാനാണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പേര് പോലും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എൻ്റെ നീതു, നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ. ഞാൻ പറയുന്ന പോലെ അമ്മയോടൊന്നും പറഞ്ഞാൽ മതി. അമ്മ സമ്മതിക്കും. അല്ലാതെ നീ വേറൊന്നും ചിന്തിച്ച് കൂട്ടണ്ട. ഡീ, വാ പോകാം.
അവർ സൈനിട്ട് തന്നു, അതൊക്കെ ഇടിച്ചു. അതെങ്ങനെ? നീതു, ഇതൊന്ന് പറഞ്ഞിട്ട് പോടി. ഓ ശല്യം. ഞാൻ പറയാം, പക്ഷെ ഒരു കാര്യം, പോകുമ്പോൾ തന്നെ പൊക്കോണം, എന്നെ വിളിച്ചേക്കല്ലോ. സെറ്റ്. അല്ലെങ്കിലും നീ വരുമൊന്നും വേണ്ട. ഹലോ. നേരിട്ട് കാണാന്ന് പറഞ്ഞില്ലേ, അത് ഓക്കെയാ. എന്താ പറ, കേട്ടില്ല. നമുക്ക് നേരിട്ട് കാണാന്നേ. നമ്മൾ പറഞ്ഞ അമ്പലത്തിൽ വെച്ച് തന്നെ നമുക്ക് കാണാം. ഓക്കെ. ഓക്കെ. ചന്ദനക്കുറി നീയണിഞ്ഞതിലെന്റെ പേര് പതിഞ്ഞില്ലേ, മന്ദഹാസ പാലിലാപ്പുഴ എന്റെ മാറിലലിഞ്ഞില്ലേ, വർണ്ണങ്ങൾ വനവല്ലിക്കൂടിലായി, ജന്മങ്ങൾ മലർമണിക്കൂട ചൂടി. എന്താ? ഒന്നുമില്ല. വാ. പിന്നെ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? ഒന്നുമില്ല. ഫോണിൽ ഇങ്ങനെ അല്ലല്ലോ. അങ്ങനെ സംസാരിച്ചിട്ട് ഇപ്പോൾ നേരിട്ട് സംസാരിക്കാനൊരു മടി. ഓ, നേരത്തെ എത്തിയായിരുന്നല്ലേ? എന്നിട്ട് താമസിക്കുമെന്ന് പറഞ്ഞതോ? ഒരു സർപ്രൈസ് തരാൻ നോക്കിയതാ. എന്താ പേടിച്ചോ? ചെറുതായിട്ട്. ഈ സ്ഥലം ഇഷ്ടമായോ? ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പ്രത്യേക മാറ്റം പോലെ. പച്ചപ്പും കിളിയുടെ ശബ്ദമൊക്കെ കുറച്ച് സമാധാനം കിട്ടിയ പോലെ. അല്ലെങ്കിൽ എപ്പോഴും അമ്മയുടെ വഴക്കും കേട്ട് അവിടെ തന്നെ. എന്നാൽ ഇവിടെ ഒരു നൊസ്റ്റാൾജിക് വൈബ് കിട്ടുന്നുണ്ടല്ലേ? എന്നാ ഇങ്ങോട്ട് പോരെ? വരാം, സമയമാവട്ടെ. വരണമെന്ന് തോന്നുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ ഇവിടെ വെച്ച് തന്നെ കാണണമെന്ന് പറഞ്ഞ കാര്യം എന്താ? അത് ഈ അമ്പലമറ്റത്ത് വെച്ച് ഒരുപാട് പ്രണയസാഫല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ വെച്ചാ നിന്നെ ഞാൻ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. അതെ, നമ്മളിപ്പോൾ നേരിട്ട് കണ്ടില്ലേ,
ഇനിയിപ്പം പോയാലോ? ആ പോകാം, പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. വാ, നമുക്കൊരു സ്ഥലം വരെ പോകാം. ഇനിയുണ്ടോ കുറേ ദൂരം? ഞാൻ മടുത്തു. ഇല്ല, ഇവിടെ അടുത്താ, വാ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ പറഞ്ഞല്ലേ. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കാണുന്നത്. ഇത് ഞാനൊന്ന് ചോദിച്ച സ്ഥലമല്ലേ? ആ, അത് തന്നെ. അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ, അന്ന് തൊട്ട് ഓർക്കുന്ന നിന്നെ ഇവിടെ കൊണ്ടുവരണമെന്ന്. കൊള്ളാം. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൺസെറ്റോടെ കണ്ടിട്ട് പോകാം. ഇപ്പം തന്നെ വൈകി. അത് കാണിച്ചു തരാൻ വേണ്ടിയില്ലേ നിന്നെ ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്നേ. വീട്ടിൽ പോകണ്ടേ? നേരെ ഒരുപാടായി. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ പിടിച്ചു നിന്ന് എന്തോ ഒന്ന് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ എന്താ കാണുന്നേ? അതറിയില്ല, പക്ഷെ നിന്നെ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും, അതുറപ്പാ. പോവല്ലേ? ആ ദേ ബസ് വരുന്നുണ്ട്, ചെന്നിട്ട് വിളിക്കണേ. കാണാൻ കൊതിക്കുന്നയാളെ കാണാതെ പിടിച്ചു നിൽക്കുന്ന ആത്മയുദ്ധത്തെക്കാൾ വലിയ യുദ്ധം വേറെയില്ല. എനിക്കവളെ കാണാൻ കിട്ടുന്ന സമയം വളരെ ചെറുതായിരുന്നെങ്കിലും ആ ചെറിയ സമയം എനിക്ക് ഒരുപാട് വലുതായിരുന്നു. അവളെന്നെ തേടി വന്നതോ ഞാൻ അവളെ തേടിപ്പോയതോ അല്ല. കാലം ഞങ്ങളെ കൂട്ടിച്ചേർത്ത് വെച്ചതാണെന്ന് തോന്നുന്നു, എവിടെയോ എഴുതി വെച്ചതുപോലെ.